Voice of Marketing, in touch with positive people. Dear my channel viewers, wish you all the best and success in your life. I invite all of you a new episode to face your challenge. ഒരു നല്ല പ്രൊഫൈലുള്ള കസ്റ്റമേഴ്സിൻ്റെ ഐഡൻറ്റിറ്റി നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? പെട്ടെന്ന് ഓർഡർ തരാത്ത ഒരു കസ്റ്റമർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഡീലർ ആയിരിക്കും ഈ പറഞ്ഞ ഒരു നല്ല കസ്റ്റമർ. ആദ്യം അദ്ദേഹം പ്രൈസ് ലിസ്റ്റ് സ്റ്റഡി ചെയ്യും, പ്രോഡക്റ്റുകളെ കുറിച്ച് സ്റ്റഡി ചെയ്യും, ഡിസ്കൗണ്ട് സ്ട്രക്ചർ സ്റ്റഡി ചെയ്യും. ഇതെല്ലാം ഈ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് ഇതിനെക്കുറിച്ചിട്ടുള്ള വെൽ സ്റ്റഡി ആയ ശേഷമാണ് അദ്ദേഹം ഓർഡറിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ മിക്കവാറും. പക്ഷേ ചില സാഹചര്യത്തിൽ A to Z കാര്യങ്ങൾ ഫുള്ളായിട്ട് ഒരു എക്സിക്യൂട്ടീവോ മാർക്കറ്റിംഗ് ടീമോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റോ അവർ ഒരു ഗ്രൂപ്പായിട്ട് ഇരുന്ന് A to Z കാര്യങ്ങൾ കമ്പനിയുടെ ആ പ്രോഡക്റ്റിൻ്റെ സപ്ലൈ, അതിൻ്റെ ഡെലിവറി, പേയ്മെൻറ്റ് സിസ്റ്റം ഇതെല്ലാം 1, 2, 3 മണിക്കൂറുകളോളം ഡിസ്കസ് ചെയ്താൽ ഒരു പക്ഷേ അത് ഓർഡറിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഒരു 3 മണിക്കൂറോളം അവിടെ ചിലവഴിക്കേണ്ടി വരും. അത്രമാത്രം ഡീറ്റെയിലേക്ക്, ടേംസ് ആൻഡ് കണ്ടീഷൻ്റെ ഡീറ്റെയിലേക്ക് പോയാലാണ് അങ്ങനെ ഒരു റാപ്പോ അവർക്ക് അവിടെ ബിൽഡപ്പ് ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് ആ കസ്റ്റമർ കൺവേർട്ട് ആവുകയുള്ളൂ. അല്ലാത്ത സാഹചര്യത്തിൽ പ്രൈസ് ലിസ്റ്റും ഡിസ്കൗണ്ട് സ്ട്രക്ചറും വാങ്ങിച്ചു വെച്ച ശേഷം അതിനെക്കുറിച്ച് പഠിച്ചിട്ട് മാത്രമാണ് അവരൊരു തീരുമാനം പറയുകയുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ അത് നിരന്തരം ഫോളോ അപ്പ്, കോൺഫിഡൻസോടെ നിരന്തരം ഫോളോ അപ്പ് ചെയ്ത് 2, 3, 4, 5, 6 വിസിറ്റിംഗ് കഴിഞ്ഞാൽ മാത്രമാണ് ആ കസ്റ്റമർ നമുക്ക് കൺവേർട്ടായി കിട്ടുകയുള്ളൂ. പക്ഷേ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം, അവർ പേയ്മെൻറ്റ് കറക്റ്റ് പേയ്മെൻ്റ് ആയിരിക്കും, ആക്യുറേറ്റ് പേയ്മെൻ്റ് ആയിരിക്കും. പറയുന്ന സമയത്ത് പറയുന്ന ടൈമിൽ കൃത്യമായി നെഫ്റ്റ് വന്നിരിക്കും, ചെക്ക് പാസ്സായിരിക്കും, അല്ലെങ്കിൽ ക്യാഷ് വന്നിരിക്കും. ആ കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റും. സെക്കൻഡ് വൺ, മാക്സിമം ഡിസ്കൗണ്ട് ചോദിക്കുന്ന കസ്റ്റമർ. അവർ നമ്മളിൽ നിന്ന് മാക്സിമം എന്തുമാത്രം ഡിസ്കൗണ്ട് വാങ്ങിച്ചെടുക്കാൻ പറ്റും, സ്കീമുകളുണ്ടോ, അത്തരത്തിലൊക്കെ മാക്സിമം ലെവലിൽ ഡിസ്കൗണ്ട് സ്ട്രക്ചർ മനസ്സിലാക്കിയ ശേഷം, സ്റ്റഡി ചെയ്ത ശേഷം മാക്സിമം ഡിസ്കൗണ്ട് അവർ വാങ്ങിച്ചെടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കും. വിശ്വസിക്കാം അത്തരം കസ്റ്റമറെ. അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഡിസ്കൗണ്ട് മാക്സിമം മേടിക്കും, പേയ്മെൻറ്റ് വളരെ കറക്റ്റായിരിക്കും. പേയ്മെൻറ്റ് മാക്സിമം പെട്ടെന്ന് തന്നെ അവർ പേയ്മെൻറ്റ് ചെയ്യും, ഡിലേ വരുത്തില്ല. നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു ഡിലേ വരുത്താതെയും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അങ്ങനെയുള്ള കസ്റ്റമേഴ്സിൻ്റെ ഒരു പ്രത്യേകത, അവർ റെഡി പേയ്മെൻറ്റ് തന്നാണ്, മാക്സിമം ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നു, അതനുസരിച്ച് അവർ ഡീൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഷോപ്പിൽ അല്ലെങ്കിൽ ആ ഡീലറുടെ അടുത്ത്, ആ കസ്റ്റമറുടെ അടുത്ത് സ്റ്റോക്ക് തീർന്നാൽ കൃത്യമായി റീവിസിറ്റ് ചെയ്ത് ഓർഡർ അവിടെ കൊടുത്തിരിക്കണം നമ്മൾ. അങ്ങനെ ഒരു സാഹചര്യം വന്നില്ലെങ്കിൽ അവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ വേറെ ഒരു കസ്റ്റമറുടെ അടുത്തേക്ക് പോകും, അല്ലെങ്കിൽ ഇതുപോലെ വിൽക്കുന്ന ഒരു കോമ്പറ്റീറ്റർ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഓർഡർ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്ക് ഒന്നും പേടിക്കണ്ട, അവർ റെഡി പേയ്മെൻറ്റ് കൊടുത്താണ് ഡീൽ ചെയ്യുന്നത്. റെഡി പേയ്മെൻറ്റ് കൊടുത്ത് ഡീൽ ചെയ്യുന്ന കസ്റ്റമറെ A ക്ലാസ് കസ്റ്റമറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്ത് കൊടുക്കണം. ചിലപ്പോൾ അവർ പെട്ടെന്ന് ക്ഷുഭിതരായേക്കാം, കൃത്യസമയത്ത് നിങ്ങൾ സപ്ലൈ ചെയ്തില്ലെങ്കിൽ. അതുകൊണ്ട് അവരുടെ സപ്ലൈ വളരെ കറക്റ്റായിട്ട് കൊടുക്കണം. അവർ പറയുന്ന സമയത്ത് തന്നെ സപ്ലൈ ചെയ്ത് കൊടുക്കണം. നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടല്ലോ. മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. GST ബില്ലിൽ പർച്ചേസ് ചെയ്യുന്നവർ, ഇൻവോയ്സിൽ പർച്ചേസ് മാത്രം ചെയ്യുന്നവരുണ്ട്. എല്ലാവരും അങ്ങ് വിശ്വസിക്കേണ്ട. എന്നാലും ഒരു 80% കസ്റ്റമേഴ്സും ഡീലേഴ്സും പേയ്മെൻറ്റ് കറക്റ്റായിരിക്കും, ആക്യുറേറ്റ് ആയിരിക്കും. നമുക്ക് പലപ്പോഴും അത് അനുഭവം ഉള്ളതാണ്. അവർ ചിലപ്പോൾ 2 പർച്ചേസ് കഴിഞ്ഞ ശേഷം പിന്നെ ആ പേയ്മെൻറ്റ് തന്ന് തീർത്തിട്ടാണ് പർച്ചേസ് ചെയ്യാൻ തയ്യാറാവുള്ളൂ. നമുക്ക് പൈസ തരാനുണ്ടെങ്കിൽ ആ പൈസ മേടിക്കുന്ന നമുക്കല്ല ടെൻഷൻ, അവർക്കായിരിക്കും ടെൻഷൻ. അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള നല്ല കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ തന്നെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. നാലാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്. ഒരു പ്രോഡക്റ്റ് നമ്മൾ അധികമായിട്ട് അവർക്ക് കയറ്റി വിട്ടാൽ, ഇപ്പോൾ 50 എണ്ണം ചോദിച്ചെടുത്ത് ഒരു 60 എണ്ണം വിട്ടാൽ അവർ പ്രശ്നം ഉണ്ടാക്കും. എന്തുകൊണ്ട് ഈ പറഞ്ഞതിൽ കൂടുതൽ ക്വാണ്ടിറ്റി എന്തിനു അയച്ചു എന്ന് അവർ ചോദ്യം ചെയ്യും. അല്ലെങ്കിൽ അത് റിട്ടേൺ ഇടിപ്പിക്കും നമ്മളെ കൊണ്ട്, അല്ലെങ്കിൽ അത് എന്താണ് അങ്ങനെ ചെയ്തതെന്നുള്ള ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഒരവസരത്തിൽ അങ്ങനെ ചെയ്യാൻ അവർ അനുവദിക്കില്ല. ഒരു പരിധിവരെ ഒരു ഡിസ്ട്രിബ്യൂട്ടറോട്, ഒരു ഡീലറോട്, ഒരു കസ്റ്റമറോട് അനുവാദം ചോദിക്കാതെ, പെർമിഷൻ ചോദിക്കാതെ കൂടുതൽ ഐറ്റം ആഡ് ചെയ്ത് അയക്കാതിരിക്കുക. അതൊരു മാന്യമായ കാര്യമല്ല. ഒരു ക്വാളിറ്റി ഉള്ള, എത്തിക്സ് ഉള്ള ഒരു കമ്പനിയോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ കസ്റ്റമർ കെയർ ഓഫീസറോ ആണെങ്കിൽ അവർ കൃത്യമായിട്ട് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം.
ഇത്രയും ഓർഡർ അധികമായിട്ട് അയക്കുന്നുണ്ട്, ഈ സ്കീമിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതല്ലാതെ വെറുതെ അങ്ങ് കയറ്റി വിട്ടാൽ നല്ല കസ്റ്റമറാണെങ്കിൽ അത് റിട്ടേൺ ഇടിപ്പിക്കേണ്ടി വരും. അത്തരത്തിലുള്ള കസ്റ്റമർ അല്ലെങ്കിൽ ഇവരെല്ലാവരും അങ്ങ് എന്ത് ചെയ്യും, കയറ്റി വിട്ടോ കൊട്ടക്കണക്കിന് കയറ്റി വിട്ടോ, അവിടെ ഇരുന്നോട്ടെ, കാശ് കിട്ടില്ല. കാശ് തരുന്ന കസ്റ്റമറുടെ ഡീറ്റെയിൽസാണ് നമ്മളിപ്പോൾ ഒരു 3 പോയിന്റ് പറഞ്ഞത്. അതിൽപ്പെടുന്ന ഒരു നല്ല പ്രൊഫൈലുള്ള ഒരു കസ്റ്റമറുടെ ക്വാളിറ്റിയാണ്. കൂടുതൽ ഐറ്റം പെർമിഷൻ ഇല്ലാതെ കയറ്റിവിട്ടാൽ അവർ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കും, അല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കാൻ നമ്മൾ നിർബന്ധിതരായിരിക്കും കൂടുതൽ ഐറ്റം കയറ്റിവിട്ടാൽ. ആ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ മുന്നിലേക്ക് നിങ്ങളെ ഇതുപോലെ ഞാൻ ഇരിക്കുന്ന പോലെ കൊണ്ട് നേരെ ഇരുത്തുന്നതിനുള്ള മാർഗങ്ങൾ എന്തെല്ലാം രീതികളാണ്, എന്തെല്ലാം മാർഗങ്ങളിലൂടെ, എന്തെല്ലാം ടിപ്സിലൂടെ ആ കസ്റ്റമറിൻ്റെ ഫ്രണ്ടിലേക്ക് നിങ്ങളെ കൊണ്ട് എനിക്ക് ഇരുത്താൻ പറ്റും. ഇത് പറയുന്നത് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ. ആ ടിപ്സുകളെ കുറിച്ച് നെക്സ്റ്റ് എപ്പിസോഡിൽ. ഓൾ ദ ബെസ്റ്റ്.